ഒരു നുണയ്ക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ മിനിറ്റുകൾ മതിയാകും. പക്ഷെ ആ നുണയെ തകർത്ത് സത്യം ജയിക്കാൻ ചിലപ്പോൾ ദശാബ്ദങ്ങൾ വേണ്ടിവരും. നീണ്ട 30 വർഷത്തെ അടിയറവില്ലാത്ത നിയമ പോരാട്ടം ഒടുവിൽ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും നടി സുകന്യയ്ക്ക് അനുകൂലമായ അന്തിമ വിധി വന്നിരിക്കുകയാണ്. സെൻസേഷണലിസത്തിനു വേണ്ടി വ്യക്തിഹത്യ നടത്തുന്ന പ്രവണതകൾക്ക് നിയമം നൽകിയ ശക്തമായ പ്രഹരമാണിതെന്ന് പറയാം. 1996 ഏപ്രിൽ 17 സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്ത നേരിക്ക് നേർ എന്ന എപ്പിസോഡിൽ നിന്നാണ് ഈ തർക്കം ഉടലെടുക്കുന്നത്. നക്കീരൻ മാസികയുടെ എഡിറ്ററായ RR ഗോപാൽ നടത്തിയ വീരപ്പന്റെ അഭിമുഖമായിരുന്നു ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ മകനുമായി നടി സുകന്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന രീതിയിൽ തീർത്തും വ്യാജവും അപകീർത്തികരവുമായ ആരോപണങ്ങളാണ് വീരപ്പൻ ഉന്നയിച്ചത്. മാത്രമല്ല, ഈ പറയുന്ന ബന്ധം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും വീരപ്പൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അസത്യമാണെന്നും ഇത് സമൂഹത്തിൽ തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും സ്ഥാനത്തിനും കടുത്ത ആഘാതമുണ്ടാക്കിയെന്നും നടി കോടതിയിൽ വാദിച്ചു. വീരപ്പൻ നൽകിയ അഭിമുഖത്തിന്റെ സംപ്രേഷണം തന്റെ സിനിമാ കരിയറിലെ അവസരങ്ങളെ ബാധിച്ചുവെന്നും തനിക്ക് കടുത്ത മാനസിക വിഷമമുണ്ടാക്കിയെന്നും അവർ വ്യക്തമാക്കി. തന്റെ അന്തസ്സിന് ക്ഷതമേൽപ്പിച്ച ഈ വ്യാജ പ്രചരണത്തിനെതിരെ നിയമപരമായി പോരാടാൻ തന്നെ സുകന്യ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി 2015 കോടതി സുകന്യയ്ക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയും 10,500,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ചാനൽ അധികൃതർ ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. താൻ കേവലം ഒരു പ്ലാറ്റ്ഫോം മാത്രമാണെന്നും നക്കീരൻ റെക്കോർഡ് ചെയ്ത അഭിമുഖം സംപ്രേഷണം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു സൺ ടിവിയുടെ പ്രധാന വാദം. എന്നാൽ ഹൈക്കോടതി ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. നക്കീരനുമായുള്ള കരാർ പ്രകാരം അഭിമുഖം എഡിറ്റ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്യാനും സൺ ടിവിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഇത്തരത്തിൽ എഡിറ്റോറിയൽ നിയന്ത്രണമുള്ള സാഹചര്യത്തിൽ ഉള്ളടക്കത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ചാനലിന് തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി. ഇപ്പോഴിതാ നീണ്ട വർഷങ്ങൾക്ക് ശേഷം മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കീഴ്ക്കോടതി വിധി പൂർണ്ണമായും ശരിവെച്ചിരിക്കുന്നു. സുകന്യയുടെ പ്രശസ്തിക്ക് കോട്ടം സംഭവിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും ചാനൽ ഈ വിഷയത്തിൽ വലിയ തോതിൽ ലാഭമുണ്ടാക്കിയെന്നും കണ്ടെത്തിയ കോടതി കീഴ്ക്കോടതിയുടെ വിധിയിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ലെന്ന് വിധിച്ചു. കൂടാതെ വിവാദമായ അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ ഇനി ഒരിടത്തും പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യരുതെന്ന് ഹൈക്കോടതി സ്ഥിരം നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് പരിശോധിക്കാതെ സംപ്രേഷണം ചെയ്താൽ ഉണ്ടാകുന്ന അപകീർത്തിക്ക് ചാനൽ തന്നെയാണ് മറുപടി പറയേണ്ടതെന്ന് വ്യക്തമാക്കുന്ന ഈ വിധി മാധ്യമങ്ങൾക്ക് തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഓർമ്മിപ്പിച്ച് നൽകുന്ന ഒന്നാണ്.